അല്ല, ഞങ്ങളിപ്പോൾ പാണക്കാടാണ് നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ ഒരുപാട് മൈൽ സ്റ്റോൺ സൃഷ്ടിച്ച ഒരു നേതൃത്വമാണ് ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട് കുടുംബം. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലും കേരളത്തിൽ മതേതരത്വം നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വഹിക്കുന്ന പങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇപ്പം ജസ്റ്റ് നൗ ശ്രീ ജോയി വന്നു പോയത് നിങ്ങൾ കണ്ടു. അങ്ങനെ പല നിയോജകമണ്ഡലവും എടുത്തു നോക്കിയാൽ കേരളത്തിൽ വർഗീയതക്കും വിഭാഗീയതക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർഗീയത അതാണ് മനസ്സിലാകുന്നത്. അതിൽ വലിയ പങ്ക് ഞങ്ങൾ വഹിക്കുന്നു. പാണക്കാട് കുടുംബം പരമ്പരാഗതമായി ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തും. അതിന് കിട്ടിയ അംഗീകാരമാണ് ഇപ്പോൾ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ്, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതൊക്കെ അതിൻ്റെ അംഗീകാരമാണ്. UDF 102, 100 സീറ്റ് കൊഴുത്തോണ്ടായിരുന്ന LDF 35 ഒതുങ്ങി. അതെ, അങ്ങനെ തന്നെ. അവരിപ്പോൾ ഈ അടുത്ത കാലത്ത് എടുത്ത സ്റ്റാൻഡുകൾ ഒരു ഇടതുപക്ഷത്തിന് യോജിച്ചതല്ലല്ലോ. അവർ പ്രതിനിധീകരിക്കേണ്ടത് കമ്മ്യൂണിസത്തെയാണ്. നമുക്ക് കമ്മ്യൂണിസത്തോട് ആശയപരമായി വിയോജിപ്പുണ്ടാവാം, പക്ഷേ അതിനൊരു സോഷ്യൽ സൈഡുണ്ട്. പക്ഷേ കമ്മ്യൂണലിസത്തിന് അങ്ങനെ ഒന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കമ്മ്യൂണലിസത്തിൻ്റെ ഒരു വലയിൽ ചെന്ന് പെട്ടാൽ അത് കേരളം അംഗീകരിക്കുകയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ല, അത് പിന്നെ നമ്മളെ സമൂഹത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണല്ലോ. ഞങ്ങളൊന്നും അങ്ങനെ പാർട്ടാവുന്നില്ല. വീണെടുത്തിട്ട് കല്ലിടുന്നത് നമ്മളെ സ്വഭാവമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അവർ ചിന്തിക്കണം. കാരണം ഈ കുറേ ആളുകൾ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ അത് എൻഡോസ് ചെയ്യുന്ന ഒരു നിലപാട് അവരൊരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. അതുണ്ട്. വെറുതെ വിമർശിക്കുക മാത്രമല്ല, ഞങ്ങൾക്കൊരു അജണ്ടയുണ്ട് എന്ന് മാനിഫെസ്റ്റോ വഴി കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. അത് ഞങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ എങ്ങനെയാ പയ്യന്നൂരൊക്കെ ജയിക്കുന്നത്? ഉറപ്പായിട്ടും കിട്ടിയിട്ടു. അതറിയില്ല. അത് മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് നൗ തങ്ങളുമായിട്ട്, അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ്. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രമ്യമായി ഒക്കെ നല്ല നിലയിൽ തിരിയും. ഇന്നലെ എടുത്ത് പറയുന്നുണ്ട്. അല്ല, അത് തിരുവനന്തപുരം മഹേഷിനെ മൈക്ക് വാങ്ങിച്ചാൽ മതി. ഇതൊക്കെ കണ്ടുവരുന്ന വലിയൊരു ചരിത്ര നേട്ടമാണ്. 102 UDF 102 സീറ്റ് നേടിയ UDF തിരികെ 10 വർഷത്തിന് അധികാരം വരികയാണ്. ഭരണത്തിലുണ്ടായിരുന്ന മുന്നണിക്ക് 35 ഒതുങ്ങി. എന്താണ് ഈ ജനവികാരത്തെ വിലയിരുത്തുന്നത്? അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകളും വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ ഇനി നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. UDFന് അതിന് പ്രാപ്തരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഉണ്ട്. UDFിൻ്റെ
ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ വിജയം ജനങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉപേക്ഷ അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടില്ല. അതിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളൊക്കെ വന്നതിൻ്റെ ശേഷമായിരിക്കും ആരെല്ലാമാണ് മന്ത്രിമാരാവുക എന്നുള്ള ആ ഒരു ഗൗരവതരമായിട്ടുള്ള ചർച്ചയിലേക്ക് വരിക. അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. മന്ത്രിസഭ നല്ലൊരു മന്ത്രിസഭ വരണം, ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പലയിടങ്ങളിലും ഫ്ലക്സുകളൊക്കെ ഉയരുന്നുണ്ട്. ആർക്ക് വേണ്ടി? അതൊക്കെ അവരുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ വികാരങ്ങളായിരിക്കും. അവസാനം അന്തിമമായിട്ടൊരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തിനോടൊപ്പമായിരിക്കും എല്ലാവരും ഉണ്ടാവുക. സത്യപ്രതിജ്ഞ വൈകരുതെന്ന അഭിപ്രായത്തിലേക്കുണ്ടോ? ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ തീരുമാനത്തിലെത്തുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല, ഹൈക്കമാൻഡ് കോൺഗ്രസിനാണല്ലോ അതിൽ അന്തിമമായിട്ടൊരു തീരുമാനം പറയേണ്ടത്. അത് ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനം പറയുക. അപ്പോൾ ഞങ്ങൾ അവരോട് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയും. ഇല്ല, ഇന്നേ വരെ ഉന്നയിച്ചിട്ടില്ല. ലീഗ് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ വരണം. കുഞ്ഞാലി സാഹിബ് അതിൽ നല്ലൊരു പ്രാതിനിധ്യം ഉണ്ടാവും, നല്ലൊരു സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടാവും. ഒക്കെ തന്നെ. ആ ആ അല്ല, ജനങ്ങൾ തിരുത്തി കഴിഞ്ഞു. ജനങ്ങൾ ഇതേവരെ വിചാരിച്ചിരുന്നത് അവർ തിരുത്തുമെന്നായിരുന്നു. അവർ തിരുത്താൻ തയ്യാറായില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ജനം തന്നെ നല്ലൊരു തിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഒരു തിരിച്ചു വരവ് അവർക്ക് സാധ്യമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗാണ് അത് തീരുമാനിക്കേണ്ടത്. അവിടെ അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അപ്പം ഞങ്ങൾ പറയാം. അതെ അതെ, അതിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാവും, ലീഗിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാവും. കേരള കോൺഗ്രസ് ഇവിടെ ഇല്ലല്ലോ, അല്ല. അതുകൊണ്ട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാതിനിധ്യം മലപ്പുറത്തെ മന്ത്രിമാരിലുണ്ടാവും. ഓക്കെ. ഇവിടെ തീരുമാനം പ്രഖ്യാപിക്കും. മികച്ച മുസ്ലിം ലീഗും താങ്ക്സ്. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്, ജനങ്ങളോട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഞങ്ങൾ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കണം എന്നൊരു വലിയ വെല്ലുവിളി ഞങ്ങളുടെ മുമ്പിലുണ്ട്. കാലിയായ ഒരു ഖജനാവിലേക്കാണ് ഞങ്ങൾ ഭരണത്തിൽ ചെല്ലുന്നത്. ആ ഒരു പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന, സംസ്ഥാനത്തിന് വികസനം നൽകുന്ന, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നല്ല ഭരണം, സുതാര്യമായ ഭരണം, സൽഭരണം കേരളത്തിന് കാഴ്ചവെക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അടുത്ത് തന്നെ UDF ഉണ്ടാകും. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഞങ്ങളെ ജയിപ്പിച്ച ജനങ്ങളോടുള്ള നന്ദിയാണ്, കൃതജ്ഞതയാണ്. ഇത്തവണ ഇത്ര വലിയ ഭൂരിപക്ഷത്തിന് 102 സീറ്റുകളുമായി നിയമസഭയിലെത്താനും ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ 85,000, 60,000, 65,000 ഒക്കെ ഭൂരിപക്ഷം നേടാനൊക്കെ സഹായിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അതോടൊപ്പം ചില നടേശന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെയുള്ള കൃതജ്ഞത രേഖപ്പെടുത്താനാണ് ആദ്യമായി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. അല്ല, ഉപമുഖ്യമന്ത്രിയുടെ കാർ എന്നുള്ള പോസ്റ്റ് ഞാൻ പങ്കുവച്ചിട്ടില്ല. നമ്പർ 2 ആണ്. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ മന്ത്രി നമ്പർ 2 ആയിരിക്കും. അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഉപമുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു.
അത് ഉറപ്പാണല്ലോ, പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ നമ്പർ 2 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരിക്കും. അതിന് മുകളിലേക്ക് കയറ്റണോ എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. വനിതാ മന്ത്രി ഇല്ലാതെ എങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കുക UDF? അല്ല, UDF-ൽ ഏത് വനിത മന്ത്രിയായാലോ ലീഗിൻ്റെ കൂടി മന്ത്രിയാണ്. ലീഗിന് മാത്രമായി മുഖ്യമന്ത്രി ഇല്ല, ഉപമുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരും ഇല്ല, വനിതയില്ല, ദളിതും ഇല്ല, ഒന്നുമില്ല. ഇനി എല്ലാം UDF ആയിട്ട് മാത്രമേ ഞങ്ങൾ ചിന്തിക്കൂ. അല്ല, ഞങ്ങൾ UDF ആയിട്ട് ഇനി ചിന്തിക്കൂ, വിഭാഗീയമായി ചിന്തിക്കാൻ പാടില്ല. ഞങ്ങൾ നോക്കട്ടെ, 8ഓ 10ഓ കിട്ടുവാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ചർച്ച പോയിട്ടില്ല. ഇന്നലെ റിസൾട്ട് വന്നു, ഇന്ന് ഞങ്ങൾ അതിൻ്റെ ആലസ്യത്തിലാണ്. ഈ ചർച്ചകളൊക്കെ നടക്കും. കുഞ്ഞാലിക്കുട്ടി സാഹിബും താങ്കളോട് പറഞ്ഞല്ലോ, കോൺഗ്രസ് UDF-ന് നേതൃത്വം നൽകുന്ന കക്ഷി അതിന് മുൻകൈയെടുക്കും, വിവിധ ഘടകകക്ഷികളുമായി സംസാരിക്കും, അതിൽ തീരുമാനമുണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുകളും തീരുമാനങ്ങളും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും ഭാഗത്തു നിന്നുണ്ടാവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.